ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. സയൻസ് മൈ DCയിലേക്ക് ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന പാഠത്തിലെ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചേഴ്സിനകത്തൊക്കെ ഞാൻ ആദ്യമേ ഫസ്റ്റ് ലെക്ചറിനകത്ത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഡിഫറൻസ് രണ്ട് ഭാഗങ്ങൾ, അതായത് ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നുമുള്ള രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആയിരുന്നു. അത് ആക്ച്വലി നമുക്കിനി ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബട്ട് എക്സാം ടൈം ആയതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും നമ്മൾ തരംതിരിച്ച് പഠിച്ചതിന് ശേഷം ഇതാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ടൈപ്പുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് ആക്ച്വലി 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് പഠിക്കാനുള്ളത്. 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് അയോണിക് സോളിഡ്സ് ആണ്. മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്സ്. നാലാമത്തത് കൊവാലന്റ് സോളിഡ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. പിന്നെ ഇതിനെ ജൈൻറ്റ് മോളിക്യൂൾസ് എന്നും പറയാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റാണ് മോളിക്കുലാർ സോളിഡ്സ്. നമുക്ക് ആക്ച്വലി ഇതൊരു ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ പഠിച്ചാൽ തന്നെ മതിയാകും. പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ഒന്ന്, എന്തൊക്കെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആണ് ആ സോളിഡിനകത്തുള്ളത്. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഏറ്റവും ചെറിയ കണികകൾ, അതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ, അയോൺ ആണെങ്കിൽ അയോൺ, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ആക്ച്വലി പഠിക്കാനുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇനി ഇവർക്കിടയിലുള്ള ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സാണ്, അതായത് ഈ രണ്ട് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്ക്കിടയിലുള്ള ഫോഴ്സ്. ഇപ്പോൾ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ്, അല്ലെങ്കിൽ 2 ആറ്റം തമ്മിലുള്ള ഫോഴ്സ് ഇൻ്റർ അറ്റോമിക് ഫോഴ്സസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ആക്ച്വലി ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പഠിക്കാം. അപ്പോൾ ആദ്യമേ ടൈപ്പ് ഓഫ് സോളിഡ്, അതിനെ ഞാൻ ഇവിടെ എഴുതും. ടൈപ്പ് ഓഫ് സോളിഡ് ഞാനെല്ലാം ഷോർട്ടാക്കി എഴുതുവാണ്. ടൈപ്പ് ഓഫ് സോളിഡ്, ടൈപ്പ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ എന്ത് കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്, കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അടുത്തത് ഈ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇടയിലുള്ള ഫോഴ്സ്, ഇൻ്റർ പാർട്ടിക്കുലർ ഫോഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ഫോഴ്സാണ് ഇവരെ ഡ്രൈവ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളത്. ഇനി ഇവരുടെ നേച്ചർ എങ്ങനെയാണ്, സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്നൊക്കെ ഉള്ളത്, നേച്ചർ. അടുത്തത് ഇവരുടെ കണ്ടക്ടിവിറ്റി, ഇപ്പോൾ ഇൻസുലേറ്റർ ആണോ കണ്ടക്ടർ ആണോ, കണ്ടക്ടിവിറ്റി. പിന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് MP. പിന്നെ ഇവർക്കുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഇത്രയാണ് നമുക്ക് ടേബിളിനകത്ത് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും ഞാൻ പറയാം. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ് ആണ്, പേരിൽ തന്നെ ഉണ്ട്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. അപ്പോൾ ആ 3 ടൈപ്പ് ഉണ്ട്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും, മോളിക്യൂൾസ്. ഇനി ഇവർക്കിടയിലുള്ള ഫോഴ്സാണ് ഇവരെ വ്യത്യസ്തപ്പെടുത്തുന്നത്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും ആ മോളിക്യൂൾസിനകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ, നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ടുള്ളവരെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് ആക്ച്വലി പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഞാൻ 2 ആറ്റം എടുത്തു, HCl, ഹൈഡ്രജൻ ക്ലോറിൻ. ഇനി ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ബേസിസിലാണ്. നമുക്കറിയാം ഇവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട്, സിംഗിൾ ബോണ്ടാണ്. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണാണ്. ഇപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ കൊവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ആണെങ്കിലും ആക്ച്വലി ഇവർ ഷെയർ ചെയ്യുമല്ലോ, ഈക്വലി ഷെയർ ചെയ്യുകയാണ്. ഇനി ഈക്വലി ഷെയർ ചെയ്യാമെന്ന് പറയാൻ വരട്ടെ. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? നമുക്കറിയാം ഓരോ ആറ്റത്തിനും ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിക്കാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ ഇവിടെ ഒരു ഷെയർഡ് പെയർ ഉണ്ട് അല്ലേ, ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആക്ച്വലി ക്ലോറിൻ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യും. ക്ലോറിൻ്റെ ഇടയിലൂടെ ഈ ബോണ്ട്, ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടും, ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലോറിന് കൂടുതലായതുകൊണ്ടാണ്
ഇലക്ട്രോൺ വെച്ച് കൂടെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞത് കാരണം ഇയാൾക്ക് ഒരു ഡെൽറ്റ പോസിറ്റീവ് ചെറിയ പോസിറ്റീവ് ചാർജും കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ ദിശ എങ്ങോട്ടാണ്? ഇവിടുന്ന് അങ്ങോട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നമുക്കറിയാം ഇങ്ങോട്ടാണ്. എന്നൊരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. ഡൈപോൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ഇൻ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജാണ്. ചാർജ് സെപ്പറേഷൻ നടന്നു. ചാർജ് സെപ്പറേഷൻ നടന്നാൽ നമുക്ക് പറയാം ഇവിടെ ഒരു പൊളാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. എന്നാൽ ചില ആറ്റംസ് നോക്കാം. ഇപ്പോൾ ക്ലോറിൻ ആറ്റം, ഡൈക്ലോറിൻ, Cl2 എല്ലാവർക്കും അറിയാം. അപ്പോൾ Cl ഇങ്ങനെയാണ് അതിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്ലോറിൻ ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പുറത്ത് ഒരു ക്ലോറിൻ ഉണ്ട്, അതും അതേ അളവിൽ അട്രാക്ട് ചെയ്യും ഇലക്ട്രോൺസിനെ. സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ആയിപ്പോയി. ഡൈപോൾ മൊമെൻറ്റ് μ=0 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് പറയാം ഇതൊരു നോൺ പോളാർ മോളിക്യൂളാണ്. പൊളാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സ്ട്രക്ചർ ലീനിയർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 180 ഡിഗ്രി. ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ ആണ് കാർബണിനെ കാട്ടി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഈ ബോണ്ടഡ് പെയറിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജനിലോട്ട് കൂടി നിൽക്കും. ഇതേപോലെ ഇപ്പുറത്തും ഓക്സിജൻ ഉണ്ട്. അപ്പം ഇയാൾ ഇങ്ങോട്ടോട്ട് ഷെയർ ചെയ്യും. ഒരു ഓക്സിജൻ ഇങ്ങോട്ടൊന്നും വലിക്കുന്നു, അതേ ടെൻഡൻസിയിൽ അങ്ങോട്ടൊന്നും വലിക്കുന്നു ഓക്സിജൻ. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം, ഈ ഡൈപോൾ മൊമെൻറ്റ് തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ഇവർക്കും μ0 ആണ്. അടുത്തൊരു എക്സാമ്പിളാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. എന്ന് പറയുമ്പോൾ 4 ചുറ്റും കാർബണിൻ്റെ 4 ചുറ്റിനും ക്ലോറിൻ കാണും. അപ്പോൾ ക്ലോറിൻ ആയിരിക്കുമല്ലോ കാർബണിനെ കാട്ടി കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ അവർ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നോക്കാം, 4 ദിശയിൽ നിന്ന് ഈക്വലായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ ക്യാൻസലായി പോകും, ഇയാളും ക്യാൻസലായി പോകും. അപ്പോൾ നെറ്റ് എന്തായി? ഇവിടെയും 0 ആയി. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. ഇനി ഈ നോൺ പോളാർ മോളിക്യൂൾസ് ആക്ച്വലി ഇപ്പോൾ ഇതൊക്കെ ഗ്യാസ് അല്ലേ, ക്ലോറിനൊക്കെ നമുക്ക് ഗ്യാസ് ആണെന്നറിയാം. ഇതിനെ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ സോളിഡിഫൈ ചെയ്യുമ്പോൾ ഇതൊരു സോളിഡായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത്തരം സോളിഡ്സിനെ നമുക്ക് പറയാം നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ്. അതും നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റ് ഇയറിൽ 5ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്. നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിൽ, അതായത് നോൺ പോളാർ മോളിക്യൂൾസിന് ഇടയിലുള്ള അട്രാക്റ്റീവ് വാണ്ടർവാൾ ഫോഴ്സ് എന്തായിരിക്കും? നമുക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. കാരണം സോളിഡ് ആകുമ്പോൾ ഹൈ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഞാൻ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ റിജിഡായിട്ട് കാണപ്പെടുന്നത്. 2 Cl മോളിക്യൂൾസ് ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. നമുക്കറിയാം ഡൈപോൾ അല്ലാത്ത 2 നോൺ പോളാർ ആയിട്ടുള്ള 2 മോളിക്യൂൾസ് ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അട്രാക്റ്റീവ് വാണ്ടർവാൾ ഫോഴ്സിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ലണ്ടൻ ഫോഴ്സസ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്താണ്? ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് നമുക്ക് പറയാം. ഇനി അവരുടെ നേച്ചർ എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കുമോ, ഹാർഡ് ആയിരിക്കുമോ? ഒബ്വിയസ്ലി സോഫ്റ്റ് ആയിരിക്കും. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് അങ്ങനെ അത്രയ്ക്ക് റിജിഡൊന്നും ആയിരിക്കത്തില്ല. ഈ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ തോതിനനുസരിച്ചിരിക്കും അത് റിജിഡാണോ, ഹാർഡാണോ, സോഫ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെ. ഇവിടെ വെറും വീക്കായിട്ടുള്ളൊരു, നമുക്കറിയാം ഏറ്റവും വീക്കസ്റ്റ് വാണ്ടർവാൾ ഫോഴ്സാണ് ലണ്ടൻ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മൾ പഠിച്ചതിൽ വെച്ച്, അപ്പോൾ നമുക്ക് പറയാം സോഫ്റ്റ് ആയിരിക്കും അല്ലേ. കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്നത് ഫ്രീ അയോൺസോ ഫ്രീ ഇലക്ട്രോൺസോ ഉണ്ടോ എന്നതിൻ്റെ ബേസിസിലാണ്. ഇവിടെ ഫ്രീ അയോൺസോയിലുണ്ടോ? ഇവിടെ Cl- ഉണ്ട്, പക്ഷേ അവർ തമ്മിൽ ബോണ്ടഡ് ആണ്, ഫ്രീ അല്ല. മാത്രമല്ല ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇവർ ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് വളരെ ലോ ആയിരിക്കും. കാരണം എന്താ? ചെറിയ വീക്കസ്റ്റ് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. അപ്പോൾ അതിനെ ചെറിയൊരു ചൂട് കൊടുത്താൽ തന്നെ ആ ഇടയ്ക്കുള്ള ആ ഫോഴ്സ്, ആ ബോണ്ട്, വാണ്ടർവാൾ അട്രാക്ഷൻ ഫോഴ്സസ് ബ്രേക്ക് ചെയ്തിട്ട് ഇവർക്ക് സ്വതന്ത്രമായിട്ട് നീങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ എന്ന് വേണമെങ്കിൽ പറയാം. വെരി ലോ എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ എന്താണ്? ഞാൻ എത്ര എക്സാമ്പിൾ പറഞ്ഞില്ലേ? കാർബൺ ടെട്രാക്ലോറൈഡ്. അതായത് നിങ്ങൾക്ക് പറയാം ഒരു നോൺ പോളാർ ആയിട്ടുള്ള എന്ത് മോളിക്യൂൾസിനെയും പറയാം. നോൺ പോളാർ ആയിട്ടുള്ള കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറിന്, അയഡിന്, ബ്രോമിന്, ഹൈഡ്രജൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ആർഗൺ, ഇതുപോലുള്ള നോൺ പോളാർ ആയിട്ടുള്ള ഏത് മോളിക്യൂളും പറയാം. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കിടക്കാം പോളാർ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ക്ലോറൈഡ്, HCl എടുക്കാം. HCl, ഈ HCl നോക്കുമ്പോൾ അതൊരു പോളാർ മോളിക്യൂളാണ്. അതുപോലെ തന്നെ വാട്ടർ, H2O. വാട്ടറിൻ്റെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, H2O.
ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ അങ്ങോട്ടോട്ട് വലിക്കും ഇങ്ങോട്ടോട്ട് വലിക്കും, അപ്പോൾ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പോളാർ മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? രണ്ട് ഡൈപോളുകളല്ല, ഇപ്പോൾ രണ്ട് HClക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? രണ്ട് HClക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഒബ്വിയസ്ലി ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആയിരിക്കും. ഡൈപോൾ ഇൻട്രാക്ഷൻസ്. ഇപ്പോൾ ഇതൊരു ഡൈപോളാണ്, ഇതൊരു ഡൈപോളാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഇൻട്രാക്ഷൻ എന്തായിരിക്കും? ഡൈപോൾ ഇൻട്രാക്ഷൻ. ഡൈപോൾ ഇൻട്രാക്ഷൻ. അടുത്ത ഇവരുടെ നേച്ചർ. ഡൈപോൾ എന്ന് വെച്ചാൽ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് അല്ല. ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ വീക്കായിരിക്കും. അപ്പോൾ അതും സോഫ്റ്റ് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇവരും ഇൻസുലേറ്ററാണ്, കാരണം ഫ്രീ ഇലക്ട്രോൺസ് അല്ല, അയോൺസ് ഒക്കെ ബോണ്ടഡ് ആണ്, അതുകൊണ്ട് ഇവരും ഇൻസുലേറ്ററാണ്. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് അത്രയ്ക്ക് വെരി ലോ ഒന്നുമല്ല, ലോ ആണ്. എന്ന് വെച്ചാൽ മറ്റേ ഇവരെയും കാട്ടിച്ചിട്ട് കൂടുതലായിരിക്കും. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെക്കാട്ട് കുറച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് വെരി ലോ എന്ന് പറയണ്ട, ലോ എന്ന് പറയാം. അപ്പോൾ ഇവർക്കുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ HCl. വാട്ടർ നിങ്ങൾ എഴുതണ്ട, ഇവിടെ എഴുതണ്ട. വാട്ടർ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടഡ് കേസിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ തൽക്കാലം സൾഫർ ഡൈ ഓക്സൈഡ് എഴുതാം. സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം അവർക്കൊക്കെ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ ഹൈഡ്രജൻ ബോണ്ടിലുള്ളവരൊന്നും ഇതിനകത്ത് എടുക്കണ്ട, കാരണം അവരൊക്കെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? വാട്ടർ, ഐസ് അല്ലേ? ഐസ് ഒരു വാട്ടറിൻ്റെ സോളിഡ് ഫോം അല്ലേ? നമ്മൾ സോളിഡ് വേണം എടുക്കുക. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിനർത്ഥം ഡ്രൈ ഐസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുമ്പോൾ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആയിരിക്കും. പരീക്ഷയ്ക്ക് 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതുപോലെ തന്നെ ഐസ് എന്ന് വെച്ചാൽ വാട്ടറാണ്. വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു പോളാർ മോളിക്യൂൾ ആണ്, പക്ഷേ നമ്മളത് ഇതിൽ എഴുതുന്നില്ല, പകരം HBMSലാണ് എഴുതുന്നത്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിലാണ് എഴുതുന്നത്. കാരണം എന്താണ്? ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള നോൺ പോളാർ മോളിക്യൂൾസിനെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിൽ ഉൾപ്പെടുത്തും. ഇവരുടെ നേച്ചർ ഹാർഡായിരിക്കും. കാരണം നിങ്ങൾ ഐസൊക്കെ തൊട്ട് നോക്കുന്നുണ്ടോ? സോഫ്റ്റ് ആണോ? അത് ഹാർഡല്ലേ? അപ്പോൾ ഹാർഡ്. ഇനി ഇൻസുലേറ്റർ ആണോ? നിങ്ങൾ ഐസ് വഴി കറണ്ട് കിടക്കുമോ? ഇല്ല, കാരണം അവരുടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളമൊക്കെ ഇടുമ്പോഴത്തേന് ഷോക്ക് അടിക്കുന്നൊക്കെ അതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ആണെങ്കിൽ വെള്ളമാകുമ്പോൾ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് H+, OH- അതൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ സോളിഡ് ഫോമിൽ അവർക്ക് കറങ്ങാൻ പറ്റുമോ? ഇല്ല, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഐസിൻ്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ദെർഫോർ ഇൻസുലേറ്റർ. ഇനി അടുത്തത് ഇവിടെ MP. നിങ്ങൾ ഒരു ഐസിനെ ചുമ്മാ വെളിയിൽ വെച്ചാൽ ചൂടൊന്നും കൊടുക്കേണ്ട, അത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അലിഞ്ഞു പോകുന്ന കാണാം. വല്ലതും ചൂട് കൊടുത്ത് നിങ്ങൾ റൂം ടെമ്പറേച്ചർ തന്നെ അലിയുന്ന കാണാം, അതുകൊണ്ട് ലോ ആണ്. പിന്നെ എക്സാമ്പിൾ ഇത്ര നേരം നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഐസ്. അമോണിയ അല്ല, അമോണിയ ഇതിനകത്ത് വരുന്നതാണ് ഐസ്, അല്ലെങ്കിൽ H2O എന്ന് കൊടുക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പം ചോദിക്കുക H2O, H2S. ഇതൊക്കെ കഴിഞ്ഞോടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. H2Oയും H2Sഉം, ഈ Oയും Sഉം ഒക്കെ, S എന്ന് വെച്ചാൽ സൾഫർ, O എന്ന് വെച്ചാൽ ഓക്സിജൻ. ഈ Oയും S ഒക്കെ ഒരേ ഗ്രൂപ്പിൽ പെടുന്നത്. പക്ഷേ H2S ഒരു ഗ്യാസാണ്, H2O ഒരു ലിക്വിഡാണ്. കാരണം എന്താ? ഈ H2Oയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റംസുകളാണ്. രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഇടയിലുള്ള ഒരു ഫോഴ്സാണ്. ഒന്ന് ഹൈഡ്രജൻ ആയിരിക്കും, മറ്റൊന്ന് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ 3 എലമെൻറ്റ്സിനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ അവരും പിന്നെ ഹൈഡ്രജനായിട്ട് ഇടയ്ക്ക് ചേരുമ്പോൾ അവർക്ക് ഇടയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ഉണ്ടാകുന്നത്. അതിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്, മറ്റുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സിനെക്കാട്ടി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസൊക്കെ ഒരിടത്ത് അടങ്ങി പിതുക്കി ഒരു റിജിഡായിട്ട് നിൽക്കും. പക്ഷേ ഹൈഡ്രജൻ സൾഫൈഡിൽ നമ്മുടെ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല, സാധാരണ വീക്ക് ഡൈപോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വാൻ ഡെർ വാൾ ഫോഴ്സാണ്. അതുകൊണ്ട് അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്ത കാരണം ഈ മോളിക്യൂൾസ് അവിടെ കിടന്ന് ഗ്യാസ് ആയിട്ടൊക്കെ കാണപ്പെടുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് മോളിക്കുലാർ സോളിഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ് എന്ന പേര് തന്നെ ഉണ്ട്. കൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്? അയോൺസ് ആണ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അയണിക് ബോണ്ട് ആയിരിക്കും. അയണിക് ബോണ്ട് എന്ന് എഴുതാം. ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ലേ? രണ്ട് ചാർജുകളല്ലേ അയോൺസ്. അപ്പോൾ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ കൂളോംബിക് ഫോഴ്സ് എന്നും നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ അയണിക് ബോണ്ട് എന്നും എഴുതാം. ഓക്കെ. ഇനി ഇവരുടെ നേച്ചർ. അയണിക് ബോണ്ട്, ഉപ്പ് NaCl എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉപ്പ് എന്താണ്? ഹാർഡാണ് അല്ലേ? ഉപ്പെന്ന് വെച്ചാൽ അത്
ഞെക്കിയ ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. മാത്രമല്ല പൊട്ടിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ പൊടി ഉപ്പായിട്ടിരിക്കുക ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചുകൊണ്ടല്ലേ അത് പൊടിയായിട്ടിരിക്കുന്നത്. ഈ പൊട്ടിക്കുന്നതിന് എന്താണ്? താഴെ വീണ പൊട്ടും. അതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ബ്രിട്ടിൽ, ഗ്ലാസ്സുകളെ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹാർഡാണ് പക്ഷേ ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ. ഓക്കെ, അടുത്ത കണ്ടക്ടിവിറ്റി. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. കണ്ടക്ടിവിറ്റി എന്താണ്? ഉപ്പിലൂടെ നിങ്ങൾക്കറിയാം, ഉപ്പിലൂടെ ഇത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുമ്പം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് NaClയുടെ പാക്കിംഗ് എങ്ങനെയായിരുന്നെന്ന്. Na+Cl-, Na+Cl-, Na+Cl-. അങ്ങനെയാണ് സോളിഡ് സ്റ്റേറ്റിലിരിക്കുമ്പോഴത്തേന് ഈ Na+Cl- ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സിലാണ് ഇരിക്കുന്നത്. കൂളംബിക് ഫോഴ്സ്, കൂളംസ് ലോയിലൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് എന്തുമാത്രം ആ ഫോഴ്സിൻ്റെ അളവ് എത്രയാണെന്നൊക്കെ. എന്നാൽ ഇവർ മെൽറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ മെൽറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. മെൽറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേന് ഇവർക്ക് കുറച്ചുകൂടി ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞിട്ട് ഇവർക്ക് ഒഴുകാനുള്ള ഒരു സൗകര്യം കിട്ടും. അതുകൊണ്ട് എന്താണ്, ഫ്രീ അയോൺസ് നമുക്ക് കിട്ടും. ഫ്രീ ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൽറ്റിലോ ലിക്വിഡ് ഫോമിലോ ഇവർക്ക് ഫ്രീ അയോൺസ് കിട്ടും. ഫ്രീ അയോൺസ് ആയിട്ട് മാറും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് ഫ്രീ അയോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് കടത്തി വിടാൻ പറ്റും, നമുക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ഇൻസുലേറ്റർ ഇൻ സോളിഡ് ഫോം. ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്. ബട്ട് കണ്ടക്ടർ ഇൻ മെൽറ്റഡ് ഓർ ലിക്വിഡ് ഫോം. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്. അപ്പം ഇനി മെൽറ്റിംഗ് പോയിൻ്റ് എന്തായിരിക്കും? നമുക്കറിയാം കൊളംബിക് ഫോഴ്സൊക്കെ ഹൈലി അട്രാക്റ്റീവ് ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കും അല്ലേ? ഉപ്പിനെയൊക്കെ നിങ്ങളെടുത്ത് നോക്കുക, ഒരു ഉപ്പിനായിട്ട് ഇങ്ങനെ വറുത്തത് ഉരുക്കി നോക്കുക, ഒരുപാട് ഗ്യാസ് ചിലവാകേണ്ടി വരും. അതുകൊണ്ട് പ്ലീസ് വീട്ടിൽ ചെയ്യരുത്. അമ്മയുടെ നിന്ന് ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത വഴക്ക് വാങ്ങിക്കും. ചെയ്യണ്ട. അപ്പോൾ ഒരുപാട് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഇനി എക്സാമ്പിൾ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞില്ലേ അയോണിക് സോളിഡ്സ്, അയോണിക് കമ്പൗണ്ട്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരും. ഫോർ എക്സാമ്പിൾ NaCl, KCl കല്ലുപ്പ്, പിന്നെ കാൽസ്യം ഫ്ലൂറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള അയോണിക് കോമ്പൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് മെറ്റൽസ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാം. ഒരു പ്രത്യേക ടൈപ്പ് അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഒരു മെറ്റൽ കോപ്പർ എടുക്കുന്നു. കോപ്പർ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കേ? പക്ഷെ അല്ല. നമുക്കറിയാം മെറ്റൽസൊക്കെ ഇലക്ട്രോ പോസിറ്റീവാണ്. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആക്ച്വലി ഒരു ഇലക്ട്രോൺസിനെയൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, പോസിറ്റീവ് ആകുമ്പോഴത്തേന് റിപ്പൽ ചെയ്ത് പോകത്തില്ലേ? പിന്നെ എങ്ങനെ ഇവർ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? അതാണ് പറയുന്നത്, ഇവരുടെ ഇലക്ട്രോൺ എല്ലാവരും കൂടെ ഫ്രീ ആയിട്ടങ്ങ് വിടും. ഈ മെറ്റൽസ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടങ്ങ് പുറത്ത് വിടും. എന്നിട്ട് ആ ഇലക്ട്രോൺസ് ഇവിടെ എല്ലാം കിടന്ന് കറങ്ങും. ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, ഇതിനെ അട്രാക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി. അപ്പോൾ ഇതിനെവിടെ CF ഇലക്ട്രോൺസ് എല്ലാവരും കടൽ പോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കടൽ പോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ കിടന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് നമുക്ക് പറയാം? ഇതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് മെറ്റൽ അയോൺസ് സറൗണ്ടഡ് ബൈ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം, ഷോർട്ടായിട്ട് എഴുതാണ് എന്നാലും പറയുന്നു, പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ sea of electrons. പോസിറ്റീവ് അയോൺ സറൗണ്ടഡ് ബൈ sea of electrons. നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അവരുടെ ഫോഴ്സ് എന്തായിരിക്കും? ഇനി ഇവർക്കിടയിലുള്ള രണ്ട് മെറ്റൽസിനിടയിലുള്ള ഫോഴ്സ് മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. മെറ്റാലിക് ബോണ്ട്. നേച്ചർ എന്തായിരിക്കും? നേച്ചർ ഞാൻ ചോദിക്കണോ? ഹാർഡാണോ? മെറ്റൽസൊക്കെ ഹാർഡാണോ സോഫ്റ്റ് ആണോ? ഹാർഡാണ്. പക്ഷെ അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? സൊണറസ് ആണ്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് എടുക്കുക സൊണറസ് വെച്ചാൽ താഴെ വീണ സൗണ്ട് കേൾക്കും, അടിച്ചാൽ സൗണ്ട് കേൾക്കും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്, മാലിയബിളും ഡക്റ്റൈലും ആണ്. എന്താണ് മാലിയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാലിയബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയും ഹാർഡാണ്, അതുപോലെ തന്നെ മാലിയബിളും ആണ്. ഞാൻ MA നിന്നാണ്. മാത്രമല്ല ചെമ്പിൻ്റെയൊക്കെ കമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെമ്പ് കമ്പി അല്ലേ? ചെമ്പ് കമ്പി എന്ന് വെച്ചാൽ നമുക്ക് കമ്പികളാക്കാൻ പറ്റും. നമുക്കതിനെ തിൻ വയേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഡക്റ്റൈലാണ്, ഡക്റ്റുകളാക്കി എടുക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി എന്നാണ് ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നത്. അപ്പോൾ അതിന് അടുത്ത കണ്ടക്റ്റിവിറ്റി വിടും. കണ്ടക്റ്റിവിറ്റി എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഞാൻ മായ്ച്ചു കളഞ്ഞാണ്. ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? അപ്പോൾ തോനെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ എന്ന് എഴുതാം. ഒരു
ഗുഡ് കണ്ടക്ടറാണ്. ഇനി അത് സോളിഡിലായാലും അല്ലാത്ത സ്റ്റേറ്റിലായാലും ഇവർ നല്ല ഗുഡ് കണ്ടക്ടേഴ്സാണ്. ഇനി അടുത്ത നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെമ്പിനെയൊക്കെ നിങ്ങൾക്ക് ഉരുക്കി എടുക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ, എന്തുമാത്രം കൊടുക്കേണ്ടി വരും. നമുക്ക് ചെമ്പിനെയൊക്കെ നല്ല ചൂടാക്കിയാൽ ചുട്ട് പഴുക്കും, എന്നാൽ അത് ലിക്വിഡ് ആവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പറയാം ഫെയർലി ഹൈ നല്ല ഒത്തിരി കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന മെറ്റൽസ് എഴുതുക. കോപ്പർ, അയൺ, മഗ്നീഷ്യം, ക്രോമിയം, കോബാൾട്ട്, നിക്കൽ, ഇഷ്ടമുള്ള നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന മെറ്റൽസ് എളുപ്പമാണ്. ഇനി അടുത്ത 4ാമത്തെ സംഭവമാണ് കോവാലൻ്റ് അല്ലെങ്കിൽ കോവാലൻ്റ് സോളിഡ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നെറ്റ്വർക്ക് സോളിഡ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ജൈൻറ്റ് മോളിക്യൂൾസ്. പേര് തന്നെ ഉണ്ട് ജൈൻറ്റ് മോളിക്യൂൾസ്. അങ്ങനെ വലിയ മോളിക്യൂൾസ് ആയിരിക്കും, ഇവർ ഒരുപാട് വലിയതൊക്കെ ആയിരിക്കും. അപ്പോൾ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആറ്റങ്ങൾക്കിടയിലാണ് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾസ് ആറ്റംസ്, കൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് കോവാലൻ്റ് ബോണ്ടിങ് ആയിരിക്കും. പേര് തന്നെ ഉണ്ട് കോവാലൻ്റ് ബോണ്ടിങ്. നേച്ചർ എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ കോവാലൻ്റ് ബോണ്ടിങ്ങിനുള്ള ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വജ്രം, ഡയമണ്ട് എന്താണ്? ഒരു കോവാലൻ്റ് സോളിഡാണ്. നിങ്ങൾ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ നോക്കിക്കേ. കാർബൺ ഒരുപാട് കാർബണുകളുണ്ട്. ഈ കാർബൺസുകളെല്ലാവരും തനിക്ക് ചുറ്റിനുള്ള 4 കാർബണുമായിട്ട് ടെട്രാഹെഡ്രൽ ഫാഷനിൽ എന്താണ് ബോണ്ടഡ് ആണ്. സോ ടെട്രാഹെഡ്രലി ബോണ്ടഡ് ആണ്, 4 വാലൻസിയും പൂർത്തീകരിക്കുന്നുണ്ട് കാർബണിൻ്റെ. അപ്പോൾ എന്താണ് അതൊരു മോളിക്യൂൾ കണ്ട ജൈൻറ്റ് മോളിക്യൂളാണ്. നിങ്ങൾ ഡയമണ്ടൊക്കെ ഇതൊരു കോവാലൻ്റ് ബോണ്ടിങ്ങിലാണ് ആ എല്ലാവരും ഇരിക്കുന്നത്. കാർബൺ തമ്മിൽ കോവാലൻ്റ് ബോണ്ടിങ് ആണ്, എല്ലാവർക്കും അറിയാം. ഇനി ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫാക്റ്റ് ഞാൻ പറയാം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അത് വജ്രമാണെന്നാണ് പറയുന്നത്. ഗ്ലാസ്സിനെയൊക്കെ മുറിക്കാൻ ഓരോരുത്തർ വജ്രം കൊണ്ട് മുറിക്കാറുണ്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ വജ്രം എന്ന് പറയുന്നത് നിങ്ങളതിൻ്റെ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഒരു കാർബൺ മറ്റ് 4 കാർബണുമായിട്ട് ടെട്രാഹെഡ്രലി കോവാലൻ്റ് ബോണ്ടിലൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത് കോവാലൻ്റ് സോളിഡ് ആണ് കാർബൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല വലിയ മോളിക്യൂളായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാർബൺ 4 കാർബണുകളുമായിട്ട് വാലൻസി പൂർത്തീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മറ്റ് 4 കാർബണുകൾ വേറെ 4 കാർബണുകളുമായിട്ട് ബോണ്ടഡ് ആണ്. സോ ഇതൊരു നെറ്റ്വർക്ക് സോളിഡാണ്, നെറ്റ്വർക്ക് കണക്കിരിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ ടൈപ്പ് സ്ട്രക്ചറും ആയിട്ട് നമുക്ക് ജൈൻറ്റ് മോളിക്യൂൾസ് എന്ന് പറയാം. ഇനി ഞാൻ നേച്ചറിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു തന്നത്. അപ്പോൾ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഹാർഡാണ്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഹെക്സാഗണൽ ഡയമണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കണ്ടക്ടിവിറ്റി, നിങ്ങൾ ആ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ വീണ്ടും നോക്കുക. ഒരു കാർബണിൻ്റെ ബാലൻസ് എല്ലാവർക്കും അറിയാം 4 ആണ്. അപ്പോൾ ആ ഒരു കാർബൺ മറ്റ് 4 കാർബണുകളുമായിട്ട് ടെട്രാഹെഡ്രലി ബോണ്ടഡ് ആണ്. അതിനർത്ഥം 4 വാലൻസിയും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വേറെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല, ഫ്രീ അയോൺസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഈസ് നോട്ട് എ കണ്ടക്ടർ. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എൻ ഇൻസുലേറ്റർ. ഇനി ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. വജ്രമൊക്കെ ആരെങ്കിലും ചൂടാക്കുന്നുണ്ടോ, ഹൈ തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ എക്സാമ്പിൾ എന്ത് പറയാം? നമുക്ക് പറയാം എക്സാമ്പിൾ നേരത്തെ പറയാൻ നമുക്ക് കാർബൺ സി എന്ന് എഴുതിയിട്ട് ഡയമണ്ട് എന്ന് എഴുതാം. ഞാൻ ഡി എന്ന് എഴുതുന്നുണ്ട്. പിന്നെ സിലിക്കൺ ഡയോക്സൈഡ് നമ്മൾ ക്വാഡ്സ് എന്നാണ് പറയുന്നത്. സോ അവിടെയും ഒരു കോവാലൻ്റ് ബോണ്ടിങ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരാളുണ്ട് സിലിക്കൺ കാർബൈഡ്. ഓക്കെ, ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് അതിനായിട്ട് പറയാം. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാഫൈറ്റിനെ കേട്ടിട്ടുണ്ടോ? ഗ്രാഫൈറ്റ് എല്ലാവർക്കും അറിയാം. ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ ഇസ് കോൾഡ് ഗ്രാഫൈറ്റ്. തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ അലോട്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ കാർബൺ തന്നെ പല ഫോംസിൽ കാണപ്പെടുന്നുണ്ട്. ലൈക്ക് കരിക്കട്ട, പിന്നെ ചാർക്കോൾ എന്ന് പറയുന്നു, ഡയമണ്ട്, പിന്നെ ഫുള്ളറീൻ, പിന്നെ ഇപ്പോൾ പറയാം ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പെൻസിലൊക്കെ മുനമ്പില്ലേ, ഈ പെൻസിലൊക്കെ മുനമ്പിലാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവർ ഗ്രാഫൈറ്റ് ആക്ച്വലി സോഫ്റ്റ് ആണ്. ഗ്രാഫൈറ്റ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെൻസിൽ എഴുതുമ്പോൾ ആ ഗ്രാഫൈറ്റിൻ്റെ ഓരോ തരികൾ പൊടിഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമ്മൾ എഴുതുന്ന ആ ബുക്കിൽ പതിയുന്നത്. ഇല്ല ഹാർഡായിരുന്നുണ്ടെങ്കിൽ അത് വല്ലതും പൊടിഞ്ഞ് വീഴുമായിരുന്നോ? അതാണ് ഇപ്പോൾ ഒരു തടി അല്ലെങ്കിൽ ഒരു
മെറ്റൽ വെച്ച് നിങ്ങൾ ചുമ്മാ എഴുതി നോക്കുമ്പോൾ ആ മെറ്റലിൻ്റെ തരികൾ പൊടിഞ്ഞത് നമുക്കതൊരു എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് ഇല്ല. പക്ഷേ ഗ്രാഫൈറ്റ് കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ പെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റ് എന്താണ്? സോഫ്റ്റ് ആയതുകൊണ്ടാണ് അത് പൊടിഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല, ഈ ഗ്രാഫൈറ്റിൻ്റെ സോഫ്റ്റ്നെസ് കാരണം നമ്മളിതിനെ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്. ഇത് എക്സെപ്ഷൻ്റെ കേസാണ്. ഇനി ഇൻസുലേറ്റർ ആണോ കണ്ടക്ടർ ആണോ? നിങ്ങൾ 9ാം ക്ലാസ്സിലാണോ 10ലാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല. സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. പെൻസിലൊക്കെ ഇല്ലേ, എൻ്റെ രണ്ട് സൈഡിലും ഷാർപ്പൺ ചെയ്യുക. ഇപ്പോൾ 2 മനമ്പുകൾ ഉണ്ടാവുമല്ലോ. ഈ 2 സൈഡിനകത്ത് ഞാൻ വയർ കണക്ട് ചെയ്തു. ഒരു വയർ ബാറ്ററിയിലേക്കും ആ ബാറ്ററിയിൽ നിന്ന് അടുത്ത വയർ ഒരു ബൾബിലേക്കും മറ്റേ എൻഡ് ഈ ബൾബിൻ്റെ ഈ എൻഡിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഇനി ഈ സർക്യൂട്ട് ഈ ബാറ്ററിയിലേക്ക് ഈ വയർ ടച്ച് ചെയ്യുമ്പോൾ, അതായത് ഈ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താ? ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഈ ഗ്രാഫൈറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഗ്രാഫൈറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടറാന്ന് പറയാൻ പറ്റും. കണ്ടക്ടർ ആവണമെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് വേണ്ടേ? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സ്ട്രക്ചർ നോക്കാം. ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലെയർ സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. ഒരു ഹെക്സഗൺ, ഓരോരോ ഹെക്സഗൺ പല ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ലെയറിൽ ഒരു കാർബൺ 3 കാർബണുകളായിട്ട് മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കോവാലന്റ് ബോണ്ടിലൂടെ. അപ്പോൾ 4ാമത്തെ കാർബണോടെ പോയി നമുക്കറിയാം 4 വാലൻസ് ആണ്. മറ്റേ ഡയമണ്ടിൽ 4 വാലൻസും പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 3 വാലൻസുകൾ മാത്രമേ പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ അവിടെ പോയി ഈ ലെയേഴ്സിനിടയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഈ ലെയേഴ്സിൻ്റെ ഇപ്പോൾ ഒരു ലെയർ ഇതും മറ്റു ലെയർ ഇതും, ഈ ലേയേഴ്സ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നീങ്ങുന്നത് കാരണമാണ് ഇതിനെ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. നമ്മളത് സോഫ്റ്റ് ആണെന്ന് പറയാൻ കാരണം അതിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഹാർഡ് സോഫ്റ്റ് ആണ്. ഇൻസുലേറ്റർ ആണോ കണ്ടക്ടറാണ്? കാരണം ഒരു ഇലക്ട്രോൺ, ഓരോ കാർബണും ഓരോരോ ഇലക്ട്രോൺസ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഈ ലെയറിനെ ഇടയ്ക്ക് കിടന്ന് കറങ്ങുന്നുണ്ട്, ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അവർ ബോണ്ടഡ് അല്ല, അതുകൊണ്ട് നമുക്ക് പറയാം കണ്ടക്ടറാണ്. അപ്പോൾ ഇവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ തന്നെയാണ്. ഗ്രാഫൈറ്റിനൊക്കെ പിടിച്ച് ഉരുക്കാൻ നോക്കിയാൽ കുറേ സമയം എടുക്കും. എക്സാമ്പിൾ ആരെയാണ്? നമ്മൾ ആരുടെ എക്സാമ്പിൾ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന? കാർബൺ ബ്രാക്കറ്റ് എഴുതുക, ഗ്രാഫൈറ്റ്. ഓക്കെ, ഇവിടെ സൈഡിലാണെങ്കിൽ എഴുതിക്കുക സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോളിഡ് ലൂബ്രിക്കൻ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലേയേഴ്സ് തമ്മിൽ കിടന്ന് ഒഴുകുന്ന, ലേയേഴ്സ് തമ്മിൽ ഇങ്ങനെ ഉരസുന്നു, അതുകൊണ്ടാണ് നമുക്ക് ലൂബ്രിക്കൻ്റ് ആണെന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് പഠിക്കാനുള്ളത്. ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കമൻറ്റ് കണ്ടു. ആ വീഡിയോ ആയിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞൊരു പാഠമാണ്, യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ മാക്സിമം എത്തിക്കാൻ നോക്കുക. ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് ഞങ്ങൾക്ക് നിങ്ങൾ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഇനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എപ്പോഴും വരും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. സോ ദിസ് ഇസ് സയൻസ് മേഡ് ഈസി ആൻഡ് മേക്ക് യുവർ സയൻസ് ഈസി. This is me, Akash, signing out. See you in the next lecture. Bye, guys.